പിന്നെ സാറ്റർഡേ ഈവനിങ്, സാറ്റർഡേ ഇന്ന് പുറത്തൊന്നും പോയില്ല. സാധാരണ എല്ലാ ദിവസവും പുറത്ത് പോകുന്നതാണ് സാറ്റർഡേ. ഇന്ന് കുറച്ച് സാധനങ്ങളെ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഓഫീസും കഴിഞ്ഞ് വരുന്ന സമയത്ത് വാങ്ങി. പിന്നെ എന്താ പറയണ്ടേ, പോയില്ല കേട്ടോ. ഇല്ലെങ്കിലും ഈ പുറത്തേക്ക് ഇറങ്ങുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്താ പറയണ്ടേ, പുറത്തേക്ക് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോക്കെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് വീട്ടിലിരിക്കാനാണ് കേട്ടോ ഇഷ്ടം. അധികം പുറത്തു പോകുന്നത് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തണുപ്പും ഉണ്ട്, അത്യാവശ്യം കുറച്ച് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മടി പിടിച്ച് അങ്ങനെ ഇരുന്നു. ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ വരുമ്പോൾ വാങ്ങിക്കാം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ വൈകുന്നേരം ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാറൂട്ടിക്കാണ് കേട്ടോ പാൽ ചായനോട് പ്രിയം. പാൽ ചായ പാൽ കാപ്പി ഇഷ്ടം പാറൂട്ടിക്ക് മാത്രമാണ്. ഞാനും ഏട്ടനും പിന്നെ ഒന്നും പാൽ ചായ ഒന്നും കുടിക്കാറൊന്നുമില്ല. അങ്ങനെ ദേവൂട്ടിക്കും അത്ര താല്പര്യമില്ല. വല്ലപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കും. വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്നേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ പാലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ട്. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ചായ കാണാൻ വേണ്ടി. പൊതുവെ ഇവിടുത്തെ ചായപ്പൊടിയാണ് എനിക്ക് നാട്ടിലെ ചായപ്പൊടിനെക്കാട്ടും ഇഷ്ടം. നന്നായിട്ട് നമ്മൾ സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറുകി നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അതാണ് ഇവിടുത്തെ ചായപ്പൊടീൻ്റെ പ്രത്യേകത. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലെ ചായപ്പൊടീൻ്റെ ടേസ്റ്റേ അല്ല ഇവിടുന്ന് വാങ്ങിക്കുന്ന ചായപ്പൊടി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണിക്ക് വേണ്ടി ഞാൻ ഉള്ളി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇതിനു മുന്നേ 2-3 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് റെസിപ്പി ഡീറ്റെയിലായിട്ടൊന്നും കാണിക്കുന്നില്ല. ഉള്ളി മുറിക്കുന്നതും കുറച്ച് മിക്സ് ചെയ്യുന്നതും മാത്രമേ കാണിക്കുന്നുള്ളൂ. വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അങ്ങനെ ഉള്ളി മുറിക്കുന്നുണ്ട്. ഉള്ളി മുറിക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ മുറിക്കുന്നത്. എപ്പോൾ ഉള്ളി മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും കരച്ചിലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാനിതാ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഉള്ളി മുറിക്കുന്നുണ്ട്. പിന്നെ അറിഞ്ഞും മുറിഞ്ഞും ഉള്ളി മുറിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മുറിച്ചു. ആദ്യമല്ല, കുറച്ചായിട്ടാണ് മുറിച്ചിട്ടത്. രണ്ടാമത് സ്പീഡ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വരെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തണുപ്പായ സമയം നേരത്തെ കുളിച്ചില്ലെങ്കിലുണ്ടല്ലോ പിന്നെ വൈകുന്നേരം നല്ല സന്ധ്യ ആയി കഴിഞ്ഞാൽ കുളിക്കാൻ ഇത്തിരി പാടാണ്. നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ തണുപ്പിന് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു. അടുക്കളയിൽ കയറി ഉള്ളി മുറിച്ചു. നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയൊന്ന് വഴറ്റി വന്നതിന് ശേഷം പിന്നെ തക്കാളിയും തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാറ്. അത് വീഡിയോയിൽ എൻ്റെ റെസിപ്പിയിലുണ്ട്. പിന്നെ ഇന്ന് കുറേ കാലമായിട്ടോ പൊറോട്ട കഴിച്ചിട്ട്. അപ്പോൾ പാറൂട്ടി പറഞ്ഞിന്ന് പൊറോട്ട വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പൊറോട്ടേൻ്റെ ഒരു പീസ് ഞാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ ബട്ടർ ചിക്കനല്ല, ചില്ലി ചിക്കനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ചില്ലി ചിക്കൻ. ഞാൻ ബട്ടർ ചിക്കൻ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ചില്ലി ചിക്കൻ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ പകുതി എടുത്തു. പിന്നെ ചില്ലി ചിക്കനെടുത്ത് കട്ടൻ ചായയൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇങ്ങനെ ബിരിയാണിക്ക് വേണ്ടി മസാല ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടില്ല. തേങ്ങ, കറിവേപ്പില ഇട്ടില്ല കേട്ടോ. കറിവേപ്പിലൊക്കെ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാറാണ്. കറിവേപ്പില കറിയിലാണ് കേട്ടോ ഇപ്പോൾ ഇടാറ്. അങ്ങനെ അരച്ച് ചേർക്കാറില്ല. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാനിത് അതിലേക്ക് ഇടുന്നുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ കാര്യമായിട്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ സ്റ്റക്കായത്. അതിന് മറുപടി കൊടുത്തതാണ്. അങ്ങനെ മസാലകളൊക്കെ ഒന്ന് റെഡിയായില്ല. ഇനി അതിലേക്ക് ഇട്ട് അതൊന്ന് ചൂടായിട്ട് ഒന്ന് ആ ഒരു തേങ്ങയുടെയൊക്കെ പച്ചമണം മാറിയിട്ട് വന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും നമ്മുടെ മുളക് പൊടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടത്തുള്ളൂ. ഇപ്പോൾ അത് ഇടില്ല. നന്നായിട്ടൊന്ന് എന്താ പറയണ്ടേ, ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ നമ്മുടെ തേങ്ങ. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം അതൊക്കെ റെഡിയായി. ഏട്ടൻ വന്നു, മസാലകളൊക്കെ ഇട്ടു. നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ലാസ്റ്റ് പാർട്ട് ദമ്മിടുന്നുണ്ട് കേട്ടോ. ദമ്മിടുന്നത് ഏട്ടനാണ്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ അങ്ങനെ സംഭവങ്ങളും നമ്മൾ ചേർക്കാറില്ല കേട്ടോ. പിന്നെ ഉള്ളി വഴറ്റി അതും ഇടാറില്ല. അതൊക്കെ ആർഭാട പരിപാടിയല്ലേ, ഇത്തിരി മെനക്കെടുന്നില്ല. അതുകൊണ്ട് അതൊന്നും ചെയ്യാറില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ ബിരിയാണി. പക്ഷേ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടം ഈ ഒരു ബിരിയാണി കേട്ടോ. അതിൻ്റെ കൂടെ അത് ഉണ്ടാകുന്നത് അവർക്കും ഇല്ല താല്പര്യമൊന്നുമല്ല. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ വല്ലപ്പോഴും അവർ കഴിക്കും, അത്ര തന്നെ. അപ്പോൾ ബിരിയാണി ഉണ്ട്. പിന്നെ ചമ്മന്തി എനിക്ക് മസ്റ്റാണ് കേട്ടോ. ചമ്മന്തി ഇല്ലാതെ എന്ത് ആഘോഷം എന്ന് പറഞ്ഞാൽ ചമ്മന്തി ഇല്ലാതെ എന്ത് ബിരിയാണി. അപ്പോൾ യോധ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൗണ്ട് മ്യൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇല്ലേ കോപ്പിറൈറ്റ് വരും. യോധയുടെ നമ്മുടെ മോഹൻലാലിൻ്റെയും ജഗതിൻ്റെയും മറ്റേ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാവിലുണ്ടായിരുന്ന പാട്ട്. അപ്പോൾ ദേവൂട്ടി ക്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ദേവൂട്ടിക്കും ഏട്ടനും പാറൂട്ടിക്കും ഒക്കെ കൊടുത്ത് ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ മാറിപ്പോയി, ചിക്കൻ ബിരിയാണി കേട്ടോ, മട്ടൻ ബിരിയാണിയാണ്. മട്ടൻ്റെ കൊട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മട്ടൻ ബിരിയാണി എന്നുള്ള കാര്യം ഓർമ്മ. ടാറ്റാ, ബൈ, സീ യു.